അടുത്തത് മകരക്കൂറാണ്. ഉത്രാടത്തിൻ്റെ അവസാനത്തെ 3 പാദവും തിരുവോണവും അവിട്ടത്തിൻ്റെ 1ഉം 2ഉം പാദങ്ങൾ ചേർന്നതാണ് മകരക്കൂറ്. മകരക്കൂറ് ഏഴാം ഭാവത്തിൽ വ്യാഴമാണ്. അത് ലഗ്ന കേന്ദ്രത്തിലാകയാൽ പലതരത്തിലുള്ള നേട്ടങ്ങളും ഇവർക്ക് ഉണ്ടാകും. സഹപ്രവർത്തകന്മാരുമായിട്ടും അവരിൽ നിന്നും ഒക്കെയുള്ള വിശ്വാസം ആർജിക്കാനും പുതിയ കരാറുകളോ ഒക്കെ ഉണ്ടാകാനും ഒക്കെ അനുകൂല സമയമാണ്. 6ാം ഭാവത്തിൽ ആണ് ബുധൻ. അത് ചില മുൻപ് ചെയ്തിരുന്ന ചില ജോലികളെ കൊണ്ടോ കരാറുകളെ കൊണ്ടോ ഒക്കെ ഉണ്ടായ പ്രശ്നങ്ങൾ തിരുത്താനും അത് പുനഃക്രമീകരിക്കാനും ഒക്കെ സാധ്യത കാണുന്നുണ്ട്. ഇത് അവ വേണ്ടത്ര ഭംഗിയായിട്ട് പൂർത്തീകരിക്കുകയാണെങ്കിൽ മേലുദ്യോഗസ്ഥന്മാരുടെയും ഒക്കെ ഹയറപ്സിൻ്റെയൊക്കെ അംഗീകാരം ലഭിക്കും എന്നും കാണാവുന്നതാണ്. അതുപോലെ മത്സര പരീക്ഷകൾക്കോ ഇൻ്റർവ്യൂകൾക്കോ ഒക്കെ തയ്യാറാവുന്നവർക്ക് ഈ കാലം അനുകൂലമാണ്. ബിസിനസ്സിൽ അവരുടെ ജോലിക്കാരുമായിട്ടും അക്കൗണ്ടിങ് മുതലായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരിലും ഒക്കെ കൂടുതൽ ശ്രദ്ധ വേണം. അവിടെ ചില മിസ്യൂസ് വരാൻ സാധ്യത കാണുന്നുണ്ട്. ധനപരമായിട്ട് വരുമാന സ്ഥിരത ഉണ്ടാകും. കുടിശ്ശികകളൊക്കെ തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. ഇവിടെ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ചില ബാധ്യതകൾ വാക്കാലോ അല്ലാതെ രേഖാപരമായിട്ടോ ഏറ്റെടുക്കുന്നത് ശരിയല്ല. അവർക്ക് അത് അനുകൂലമല്ലാതെ കിട്ടാതെ വരും എന്നുള്ളതാണ് ഇവിടെ കണ്ടുവരുന്നത്. ആരോഗ്യ സംബന്ധമായിട്ട് സന്ധി ബന്ധങ്ങളിലുണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ലഘുവായിട്ടുള്ള പ്രാണായാമാദികളും വ്യായാമവും കൊണ്ട് വേണം അത് കുറച്ച് കൊണ്ടുവരാൻ. കുടുംബപരമായിട്ട് ദാമ്പത്യ ജീവിതത്തിൽ പരസ്പര വിശ്വാസവുമൊക്കെ കൂടുതൽ വർദ്ധിക്കുന്നതായിട്ട് കാണാം. വിവാഹം മുതലായിട്ടുള്ള ഗൃഹപ്രവേശം മുതലായിട്ടുള്ള ശുഭകർമ്മങ്ങൾക്ക് ആലോചനയുണ്ടാവും. അത് നടപ്പിലാക്കാനും സാധിക്കുന്ന കാലമാണ്. ഇവർക്ക് പരിഹാരമായിട്ട് ശനീശ്വരൻ്റെ ക്ഷേത്രത്തിൽ അഥവാ നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി അവിടുത്തെ ശനീശ്വരന് വിശേഷാൽ പ്രാർത്ഥന നടത്തുകയോ വഴിപാടുകൾ നടത്തുന്നതും ഒക്കെ നല്ലതാണ്. ഏതൊരു ഗ്രഹത്തിനു വേണ്ടി പൂജ ചെയ്യുമ്പോഴും സൂര്യനും അതിനോടൊപ്പം ചേർന്ന് തന്നെ ചെയ്യേണ്ടതാണ്. അതുപോലെ ഹനുമാൻ ചാലീസ ജപിക്കുന്നതും ഇവർക്ക് നല്ല ഫലം കിട്ടും.